ഈരാറ്റുപേട്ടയിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചു എന്ന് പരാതി. കയ്യിൽ പരിക്കേറ്റ നടക്കൽ സ്വദേശി 5ാം ക്ലാസ്സുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാരക്കാട് MMM UP സ്കൂളിലെ അധ്യാപകൻ സന്തോഷിനെതിരെയാണ് ഈ പരാതി വന്നിരിക്കുന്നത്. കൊച്ച് ഇതുകൂടി സൈക്കിളുമായിട്ട് കയറി വരികയായിരുന്നു. കാരണം ഒരു കൈയ്യെ സൈക്കിൾ ഇങ്ങനെ തള്ളിക്കൊണ്ട് വരിക. സാധാരണ വീട്ടിലോട്ട് സൈക്കിൾ കയറി വരുന്ന. അപ്പം ഞാനും എൻ്റെ കുടുംബം അവിടെ വാതിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കി നിന്നപ്പം കൊച്ച് കരഞ്ഞോണ്ടാണ് വരുന്നത്. അപ്പോൾ ഇവള് കുടുംബം പറഞ്ഞ് കൊച്ചിനെന്തോ പന്തികേടുണ്ടെന്ന് പറഞ്ഞു. ഇവള് ഇറങ്ങിപ്പോയി. കൊച്ചിനെ എന്താണെന്ന് ചോദിച്ച് വിളിച്ചുകൊണ്ട് വന്നപ്പം അപ്പോൾ വീട്ടിൽ കയറി വന്ന് ഇരുന്ന് ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കൊച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ കരയാ കൊച്ചിനെ കൈ തൊടുകയില്ല. ഇങ്ങനെ കയ്യെ തൊടാൻ വേണ്ടി പോയപ്പോൾ കൈ തൊടിയിക്കുകയില്ല. അപ്പോഴാണ് കൊച്ചിങ്ങനെ വിവരങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത്. സാറ് ഇടി തന്ന് പിന്നെ പിച്ച് വന്ന് എന്നൊക്കെയുള്ള ഇത് പറഞ്ഞ്. അപ്പം ഞാൻ സാറിനെ ഉടനെ വിളിച്ച് 4 പ്രാവശ്യം ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു എന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത്. തുടർ നടപടി സ്വീകരിക്കുമെന്നും മാനേജ്മെന്റ് ട്രസ്റ്റ് സെക്രട്ടറി മുഹമ്മദ് കാഷിം പറഞ്ഞു. 10 വയസ്സായ 5ാം ക്ലാസ് വിദ്യാർത്ഥിയെ സന്തോഷ് എന്ന് പറയുന്ന അധ്യാപകൻ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതാണ്ട് സ്ഥലത്തില്ലായിരുന്നു. വാർത്ത കേട്ടപ്പോൾ തന്നെ നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഈ അധ്യാപകർക്കെതിരെയുള്ള നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകുന്ന കേസുമായി ബന്ധപ്പെട്ടിരിക്കുക. പക്ഷേ സ്കൂൾ മാനേജ്മെൻറ്റ് തലത്തിൽ അടിയന്തരമായി തന്നെ ഇന്ന് PTA വിളിച്ചു ചേർത്തു. ആ PTAയിൽ അദ്ദേഹത്തിനെതിരെ സസ്പെൻഷൻ നടപടി, ഇപ്പം സ്വാഭാവികമായിട്ട് എയ്ഡഡ് സ്ഥാപനമായതുകൊണ്ട് സസ്പെൻഷൻ നടപടി ഫസ്റ്റ് ചെയ്യാനുള്ളത് അത് നടപ്പാക്കും. അതുപോലെ തന്നെ തുടർന്നുള്ള എല്ലാ കേസുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് അദ്ദേഹത്തെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്ന നടപടി ഏത് നടപടിയാണോ ഉൾക്കൊള്ളുന്നത് അതുമായി തന്നെ മുന്നോട്ട് പോകും. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ ചേരുകയാണ്. ടോബി, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? SKN ഇന്നലെ ഉച്ചയോടുകൂടി, അതായത് വ്യാഴാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ പരീക്ഷാ ഹാളിൽ വെച്ച് സംശയം ചോദിക്കുന്നതിന് വേണ്ടി ഈ കുട്ടി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ അത് ചോദിക്കുന്നതിനിടയിലാണ് ഈ അധ്യാപകൻ ദേഷ്യപ്പെട്ട് വന്ന് ഈ കുട്ടിയുടെ പുറത്ത് ഇടിച്ചു എന്നാണ് പറയുന്നത്. ആ ഇടിയുടെ ആഘാതത്തിൽ ഈ കുട്ടിക്ക് വേദന എടുത്തിരുന്നു. തുടർന്ന് വീട്ടിലേക്കെത്തി വീട്ടുകാരെ കാണിച്ചപ്പോഴാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയിൽ ചെന്ന് പരിശോധിച്ചപ്പോഴാണ് ഈ തോളലിന് ചെറിയ പൊട്ടലുണ്ട് എന്നുള്ള ഒരു വിവരം അറിയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ ഈരാറ്റുപേട്ട പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. താങ്ക് യു ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.